പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്നിരുന്ന ഏറ്റവും വലിയ പുണ്യമാണ് എളിമ. ജീവിതത്തിൽ എല്ലായ്പ്പോഴും ദൈവഹിതത്തിന് മാത്രം കീഴ്വഴങ്ങി ജീവിച്ചവളാണ് പരിശുദ്ധ അമ്മ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46-ാം വാക്യത്തിൽ നമുക്കിങ്ങനെ കാണാം: മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളിലും ദൈവഹിതത്തിന് കീഴ്വഴങ്ങി എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി നമുക്ക് മാറാം. അതിനുള്ള എളിമ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചോദിച്ച് നേടിയെടുക്കാം.